കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു നോൺ ബ്ലാക്ക് സർഫസ്, അതായത് ഗ്രേ ബോഡിയുടെ ഹീറ്റ് എക്സ്ചേഞ്ച് എത്രയാണെന്നുള്ളതാണ് കണ്ടുപിടിച്ചത്. രണ്ട് ഗ്രേ ബോഡികൾ തമ്മിലുള്ള ഹീറ്റ് എക്സ്ചേഞ്ച് എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ചു. അപ്പോൾ അതിനൊരു കണ്ടിന്യൂഷനായിട്ട് വരുന്നൊരു പ്രോബ്ലമാണ്. പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ച് റേഡിയേഷൻ ബിറ്റ്വീൻ ടു ലോങ് സിലിണ്ടേഴ്സ്. രണ്ട് സിലിണ്ടറുകളുടെ റേഡിയസ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഒന്നിൻ്റെ റേഡിയസ് 120 mm, അതായത് പുറത്തുള്ള സിലിണ്ടറിൻ്റെ റേഡിയസ് 120 mm. അടുത്ത സിലിണ്ടറിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്. അടുത്ത സിലിണ്ടറിൻ്റെ റേഡിയസ് 60 mm ആണ്. ഇത് രണ്ട് സിലിണ്ടറുകൾ കോൺസെൻട്രിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ രണ്ട് സിലിണ്ടറുകൾ, അതിൻ്റെ റേഡിയസ് വന്നിട്ടുണ്ട് 120, 60 mm ആണെന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഇന്നർ സിലിണ്ടറിൻ്റെ ടെമ്പറേച്ചർ 130 ഡിഗ്രി സെൽഷ്യസ് ആണ് വന്നിട്ടുണ്ട്. ഇത് കാണിച്ചിരിക്കുന്ന പുറത്തെ അകത്തെ സിലിണ്ടറിൻ്റെ ടെമ്പറേച്ചർ 130 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ തന്നെ പുറത്തുള്ള സിലിണ്ടറിൻ്റെ ടെമ്പറേച്ചർ കാണിച്ചിരിക്കുന്നത് 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ഓരോന്നിൻ്റെ എമിസിവിറ്റി വന്നിട്ടുണ്ട്. അകത്തുള്ള സിലിണ്ടറിൻ്റെ എമിസിവിറ്റി 0.6, പുറത്തുള്ള സിലിണ്ടറിൻ്റെ 0.5 ആണ്. ഇത്തരം കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. കണ്ടുപിടിക്കേണ്ടത് റേഡിയേഷൻ ഹീറ്റ് എക്സ്ചേഞ്ച് എത്രയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇക്വേഷൻ. Q1 = sigma T1⁴ - T2⁴ 1 - epsilon1. എപ്സിലോൺ എന്ന് പറയുന്നത് എമിസിവിറ്റി ആണ്. A1 എന്ന് പറയുന്നത് ഏരിയ. എടുക്കുന്നത് നമ്മൾ സർഫസ് ഏരിയ ആണ്. അതായത് ഏരിയ എന്ന് പറയുന്നത് സർഫസ് ഏരിയ πdl ആണ്. സോ A1 എന്ന് പറയുന്നത് πd1l എന്ന് പറയും. L നമുക്ക് ഇതിനകത്ത് തന്നിട്ടില്ല. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ വേണമെങ്കിൽ 1 മീറ്റർ ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഇതിനകത്ത് കോമൺ ആയിട്ട് നമുക്ക് L എന്ന് പറയുന്ന ടേം പുറത്തെടുക്കാൻ പറ്റും. 1/L എന്ന് പറയുന്ന ടേം പുറത്തേക്ക് എടുക്കാൻ പറ്റും. 1/L മുകളിൽ വരുമ്പോൾ 1/L മുകളിലേക്ക് വരുമ്പോൾ ഇവിടെ L ഇവിടെ എഴുതാൻ പറ്റും. സോ Q/L ഹീറ്റ് ട്രാൻസ്ഫർ പെർ യൂണിറ്റ് ലെങ്ത് കണ്ടുപിടിച്ചാലും മതിയാവും. അപ്പോൾ L1 ആയിട്ട് എടുക്കാം. അപ്പോൾ A1 = πd1l ആണ്. epsilon1 അതായത് എമിസിവിറ്റിയുടെ വാല്യൂ വന്നിട്ടുണ്ട്. എമിസിവിറ്റിയുടെ വാല്യൂ epsilon1 = 0.6 ആണെന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ epsilon2 കാണിച്ചിരിക്കുന്ന epsilon2 = 0.5 ആണെന്ന് വന്നിട്ടുണ്ട്. പിന്നെ വേണ്ടതാണ് F12 എത്രയാണെന്നുള്ളത്. F12 എന്ന് പറയുന്നത് ഫിഗർ നോക്കുക. ഇതാണ് 1 എന്ന് പറയുന്ന സിലിണ്ടർ, 2 എന്ന് പറയുന്ന സിലിണ്ടർ. നമുക്കറിയാം 1നെ സംബന്ധിച്ചിടത്തോളം ഇക്വേഷൻ F11 + F12 = 1 ആണ്. ഇത് F11 എന്ന് പറയുന്നത് 0 ആണ്. കാരണം എന്ന് പറയുന്നത് ഒരു കോൺവെക്സ് സർഫസ് ആണ്. അപ്പോൾ F11 = 0. സോ F12 = 1 എന്ന് കിട്ടും. അതായത് 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ റേഡിയേഷനും 2 എന്ന് പറയുന്ന സിലിണ്ടറിലായിരിക്കും സ്ട്രൈക്ക് ചെയ്യുന്നത്. സോ F12 = 1 എന്ന് നമുക്ക് കിട്ടും. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. T1 = 130 ഡിഗ്രി സെൽഷ്യസ് ആണ്. T2 = 30 ഡിഗ്രി സെൽഷ്യസ്. രണ്ടിനെയും കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം നമുക്ക് എഴുതാൻ. ഓക്കെ, അപ്പോൾ T1 = 403 കെൽവിന് കിട്ടും. T1 = 403 Kelvin and T2 = 303 Kelvin കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Q12ൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, അടുത്തൊരു ടോപ്പിക്കാണ് റേഡിയേഷൻ ഷീൽഡ്. അതായത് റേഡിയേഷൻ്റെ എഫക്റ്റ്, അതായത് റേഡിയേഷൻ ഷീൽഡ് റേഡിയേഷൻ ഹീറ്റ് എക്സ്ചേഞ്ച് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ റേഡിയേഷൻ ഷീൽഡ് എന്ന് പറയുന്ന ഇത്രയുള്ളൂ. ഒരു തിൻ ഹൈലി റിഫ്ലക്റ്റീവ് ആയിട്ടുള്ളൊരു
ഷീറ്റ് ഓഫ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു മെറ്റീരിയലാണ് നമ്മുടെ റേഡിയേഷൻ ഷീൽഡായിട്ട് ആക്ട് ചെയ്യുന്നത്. അത് ഹൈലി റിഫ്ലക്റ്റീവ് ആയിട്ടുള്ളൊരു തിൻ ഷീറ്റാണ്. ആ ഹൈലി റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയലിൻ്റെ എമിസിവിറ്റി എന്ന് പറയുന്നത് വളരെ ലോ ആയിരിക്കും. കാരണം നമുക്കറിയാം ആൽഫ പ്ലസ് റോ പ്ലസ് ടോ ഈക്വൽ ടു 1 എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതായത് അബ്സോർപ്റ്റിവിറ്റി, റിഫ്ലക്റ്റിവിറ്റി, ട്രാൻസ്മിറ്റിവിറ്റി ഈക്വൽ ടു 1 എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ നമ്മളിവിടെ പഠിപ്പിച്ചിരിക്കുന്ന എല്ലാ സർഫസുകളും അതിൻ്റെ ട്രാൻസ്മിറ്റിവിറ്റി എന്ന് പറയുന്നത് 0 ആണ്. അതായത് ഒപ്പേക്ക് ആയിട്ടുള്ള, അതായത് റേഡിയേഷനെ കടത്തിവിടാത്ത സബ്സ്റ്റൻസ് അല്ലെങ്കിൽ മെറ്റൽസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ട്രാൻസ്മിറ്റിവിറ്റി ഈക്വൽ ടു 0 വരും. സോ ആൽഫ പ്ലസ് റിഫ്ലക്റ്റിവിറ്റി ഈക്വൽ ടു 1 വരും. സോ റിഫ്ലക്റ്റിവിറ്റി കൂടുകയാണെങ്കിൽ റിഫ്ലക്റ്റിവിറ്റി കൂടുന്ന സമയത്ത് ആൽഫ കുറയും. ആൽഫ എന്ന് പറയുന്നത് അബ്സോർപ്റ്റിവിറ്റിയാണ്. അബ്സോർപ്റ്റിവിറ്റി ഈക്വൽ ടു എമിസിവിറ്റി ആയിരിക്കും. ഞാൻ നേരത്തെ പഠിച്ചാണ് അബ്സോർപ്റ്റിവിറ്റി എമിസിവിറ്റി ഈക്വൽ ആണെന്നുള്ളത്. സോ എമിസിവിറ്റി റിഫ്ലക്റ്റിവിറ്റി കൂടുന്ന സമയത്ത് എമിസിവിറ്റി അതിന് കുറവായിരിക്കും. അപ്പോൾ ഒരു എമിസിവിറ്റി കുറഞ്ഞൊരു തിൻ സർഫസ് അല്ലെങ്കിൽ ഷീറ്റ് ഓഫ് മെറ്റീരിയലാണ് ഇവിടെ റേഡിയേഷൻ ഷീൽഡായിട്ട് ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു സാധാരണ യൂസ് ചെയ്യുന്ന ഇത് ക്രയോജനിക് ആപ്ലിക്കേഷൻസിന് വേണ്ടിയാണ്. ക്രയോജനിക് ഫ്ലൂയിഡ്സിന് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള വെസൽസ്, അതുപോലെ പല മൾട്ടി ലെയർഡ് ആയിട്ടുള്ള റേഡിയേഷൻ ഷീൽഡുകളായിരിക്കും. അതിന് ആ ഷീൽഡുകൾ തമ്മിൽ ഇവാക്യുവേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇവാക്യുവേറ്റ് ചെയ്യുന്നത് കണ്ടക്ഷൻ, അതുപോലെ തന്നെ കൺവെക്ഷൻ, ഹീറ്റ് ട്രാൻസ്ഫർ റെഡ്യൂസ് ചെയ്യാൻ, അതുപോലെ തന്നെ ഈ ഹൈലി റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള മൾട്ടി ലെയർ റേഡിയേഷൻ ഷീൽഡുകൾ അതിൻ്റെ ഇടയ്ക്ക് പ്ലേസ് ചെയ്യുന്നു. അത് റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫർ കുറയ്ക്കാൻ വേണ്ടിയാണ്. ക്രയോജനിക് ഫ്ലൂയിഡ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി. അതായത് ക്രയോജനിക് ഫ്ലൂയിഡ്സ് നമ്മൾ വളരെ ലോ ടെമ്പറേച്ചർ ഫ്ലൂയിഡ്സിന് പറയുന്ന പേരാണ് ക്രയോജനിക് ഫ്ലൂയിഡ്സ്. -192 °C ഒക്കെ റേഞ്ച് വരുന്ന ഫ്ലൂയിഡ്സ് ആണ്. ലിക്വിഡ് ഓക്സിജൻ, നൈട്രജൻ, ഹീലിയം അതുപോലെയൊക്കെയുള്ള ലോ ടെമ്പറേച്ചർ ഫ്ലൂയിഡ്സ് ആണ് ക്രയോജനിക് ഫ്ലൂയിഡ്സ്. അപ്പോൾ പുറത്ത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള ഹീറ്റ് അബ്സോർബ് ചെയ്യാതിരിക്കാൻ വേണ്ടി, ഈ ലിക്വിഡ്സ് അബ്സോർബ് ചെയ്ത് തിരിച്ച് ഗ്യാസ് ആകാതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ക്രയോജനിക് വെസൽസ്, അല്ലെങ്കിൽ അതിനെ പറയുന്നത് ഡീവാർ വെസൽസ് എന്ന് പറയും. അതിനകത്ത് നമ്മൾ ഷീൽഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ സെൻസേഴ്സിൽ, അതായത് ബാക്കിയുള്ള സർഫസിൽ നിന്നുള്ള റേഡിയേഷൻ ടെമ്പറേച്ചർ സെൻസറിൽ വന്ന് സ്ട്രൈക്ക് ചെയ്ത് അതിന് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാതിരിക്കാൻ വേണ്ടി, എസ്പെഷ്യലി നമ്മുടെ ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ തെർമോമീറ്ററിൻ്റെ സെൻസർ പ്രോബ് അവിടെ റേഡിയേഷൻ ഷീൽഡ് അല്ലെങ്കിൽ ഹൈലി റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് കോട്ട് ചെയ്യാറുണ്ട്. കോട്ട് ചെയ്യുന്നത് അവിടുത്തെ റേഡിയേഷൻ ലോസ് അല്ലെങ്കിൽ റേഡിയേഷൻ അബ്സോർപ്ഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ്. അപ്പോൾ റേഡിയേഷൻ ഷീൽഡ് നമ്മൾ പറഞ്ഞു റേറ്റ് ഓഫ് റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫർ കുറയ്ക്കാൻ വേണ്ടിയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു അഡീഷണൽ ആയിട്ടുള്ളൊരു റെസിസ്റ്റൻസ് നമ്മുടെ റേഡിയേഷൻ ഹീറ്റ് ഫ്ലോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് റേഡിയേഷൻ ഷീൽഡ് വർക്ക് ചെയ്യുന്നത്. ഒരു അഡീഷണൽ ആയിട്ടൊരു എക്സ്ട്രാ റെസിസ്റ്റൻസ് ഹീറ്റ് ഫ്ലോയ്ക്ക് കൊടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ് കൂടുന്ന സമയത്ത് ഹീറ്റ് ഫ്ലോയുടെ എമൗണ്ട് കുറയുന്നു. അതായത് ലോവർ എമിസിവിറ്റി ആണെങ്കിൽ, എമിസിവിറ്റി കൂടിയ ഒരു മെറ്റീരിയൽ ആണെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് ഹൈ ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൈലി റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസും കൂടുതലായിരിക്കും. ഇതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. നമുക്കറിയാം ഒരു ഇൻഫിനിറ്റ്ലി ലാർജ് പാരലൽ പ്ലേറ്റ് ആണെങ്കിൽ അതിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ
ഇക്വേഷനാണ് കൊടുത്തിട്ടുള്ളത്. ആ ഇക്വേഷനിൽ ε1 ε2 എന്ന് പറയുന്ന രണ്ട് പ്ലേറ്റുകളുടെ അല്ലെങ്കിൽ രണ്ട് സർഫസുകളുടെ എമിസിവിറ്റിയാണ്. 1 and 2 എന്ന് പറയുന്ന രണ്ട് സർഫസുകളാണ് അല്ലെങ്കിൽ പ്ലേറ്റുകളാണ്. ആ പ്ലേറ്റുകളുടെ എമിസിവിറ്റിയാണ് ε1 ε2 എന്ന് കൊടുത്തിട്ടുള്ള. T1 T2 എൻ്റെ ടെമ്പറേച്ചറാണ്. എ ആണ് അതിൻ്റെ ഏരിയ. നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷനിൽ നിന്ന് ലാർജ് പ്ലേറ്റുകളാണെങ്കിൽ F12 = 1 ആണ്. അതുപോലെ തന്നെ A1 = A2 ആണ്. അങ്ങനെയൊക്കെ നമ്മൾ റെഡ്യൂസ് ചെയ്തൊരു ഇക്വേഷനാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ തന്നെയാണ്. അപ്പോൾ ഒരു ഷീൽഡ് ഇല്ലാത്ത രീതിയിൽ, അതായത് രണ്ട് പ്ലേറ്റുകൾ, ആ രണ്ട് പ്ലേറ്റുകൾക്ക് എനിക്ക് ഷീൽഡൊന്നുമില്ല, റേഡിയേഷൻ ഷീൽഡൊന്നും ഇല്ലാത്ത സമയത്തുള്ള ഹീറ്റ് ട്രാൻസ്ഫറാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ രണ്ട് മെറ്റീരിയലിന് ഇടയ്ക്കായിട്ട് നമ്മളൊരു ഷീൽഡ് പ്രൊവൈഡ് ചെയ്യുന്നു. ഹൈ റിഫ്ലക്റ്റീവ് ആയിട്ടുള്ളൊരു മെറ്റീരിയലിൻ്റെ ഒരു ഷീൽഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ആ സമയത്ത് എന്താണ് ഹീറ്റ് ട്രാൻസ്ഫറിന് വരുന്ന വ്യത്യാസം എന്നുള്ളതാണ് നമ്മൾ അടുത്ത് പഠിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞാൽ മെറ്റീരിയൽ 1 മെറ്റീരിയൽ 2 അതിൻ്റെ ഇടയ്ക്കാണ് നമ്മളൊരു ഷീൽഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. T1 ടെമ്പറേച്ചറും എമിസിവിറ്റിയാണ് T1 ε1. മെറ്റീരിയൽ 2 ടെമ്പറേച്ചറാണ് T2 ε2. നമ്മളൊരു ഷീൽഡ് പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ ഷീൽഡിൻ്റെ ടെമ്പറേച്ചറാണ് T3. സെയിം ടെമ്പറേച്ചർ തന്നെയായിരിക്കും. പക്ഷേ രണ്ട് സർഫസുകൾക്കും ചിലപ്പോൾ രണ്ട് എമിസിവിറ്റി ആയിരിക്കും. അതായത് ഈ സർഫസിൽ ഇവിടെ വരുന്ന, അതായത് 1 എന്ന് പറയുന്ന സർഫസുമായിട്ട് നേരെ ഇരിക്കുന്ന മീറ്റ് ചെയ്യുന്ന ഈ സർഫസിന് എമിസിവിറ്റിയുടെ വാല്യൂ ആണ് ε31 എന്ന് പറയുന്നത്. 3 ആണ് നമ്മളുടെ ഷീൽഡിൻ്റെ നമ്പർ. അപ്പോൾ 3 1 മീറ്റ് ചെയ്യുന്നതുകൊണ്ട് ε31 എന്ന് മീറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ε32 ആണ് ഈ ഒരു സൈഡിലുള്ള എമിസിവിറ്റിയുടെ വാല്യൂ. ചിലപ്പോൾ രണ്ടാവാം, ചിലപ്പോൾ ഒന്നാവാം. അതായത് ε31 = ε32 ആകാം. ഇപ്പോൾ നമ്മളിവിടെ എടുക്കുന്ന രണ്ട് വാല്യൂസാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളൊരു ഷീൽഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താണ് വ്യത്യാസം വരുന്നതാണ് നമ്മളടുത്ത് നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഓരോ സർഫസിനും അതിൻ്റെ അകത്തായിട്ടുള്ള സർഫസ് റെസിസ്റ്റൻസ് ഉണ്ടാവും. ആ സർഫസ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ് നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷനിൽ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. 1 - ε1 / A1 ε1 എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ടൈമാണ് നമ്മുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, സർഫസ് റെസിസ്റ്റൻസ്. ഇത് ഫസ്റ്റ് സർഫസിൻ്റെ, ഇത് സെക്കൻഡ് സർഫസിൻ്റെ സർഫസ് റെസിസ്റ്റൻസുകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ സർഫസിനും അതിൻ്റേതായിട്ടുള്ള സർഫസ് റെസിസ്റ്റൻസ് ഉണ്ടാവും. ഫസ്റ്റ് സർഫസിൻ്റെ റെസിസ്റ്റൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് സർഫസിൻ്റെ സർഫസ് റെസിസ്റ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തേർഡ് സർഫസിന് അതിന് രണ്ട് റെസിസ്റ്റൻസ് ഉണ്ടാവും. അതായത് രണ്ട് റെസിസ്റ്റൻസ് വാല്യൂ ഉണ്ടാവും. കാരണം രണ്ട് സർഫസിനും ഇവിടെ ഫേസ് ചെയ്തിരിക്കുന്ന ഈ സർഫസിന് രണ്ട് എമിസിവിറ്റി ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് സർഫസ് റെസിസ്റ്റൻസുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് വരുന്ന ആ ഒരു ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഈ നെറ്റ്വർക്ക് കംപ്ലീറ്റ് ആകാൻ വേണ്ടി ഇവിടെ ഉള്ളൊരു ബാക്കി വരുന്ന സ്പേസ് റെസിസ്റ്റൻസും കൂടി ഇതിൻ്റെ കൂടെ കണക്ട് ചെയ്യാം. സ്പേസ് റെസിസ്റ്റൻസ് ഇവിടെ വരുന്നു. സ്പേസ് റെസിസ്റ്റൻസ് അതായത് ഷീൽഡും രണ്ടാമത്തെ സർഫസും തമ്മിലുള്ളതും ആദ്യ സർഫസും ഷീൽഡും തമ്മിലും സ്പേസ് റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് വരുമ്പോൾ സ്പേസ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 1/A1 ഇൻറ്റു വ്യൂ ഫാക്ടറാണ്. A1 × F13 എന്നാണ് എടുക്കുക. നേരത്തെ കേസിൽ F12 എന്നായിരുന്നു. കാരണം 1 2 ആയിട്ട് ഡയറക്റ്റായിട്ട് വ്യൂ ചെയ്തിരിക്കുന്നു. 1 ഡയറക്റ്റായിട്ട് 2 ആയിട്ട് വ്യൂ ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. F12 എന്ന് നമ്മൾ വിളിച്ചത്. പക്ഷെ ഇവിടെ എന്താണ്
ഇവിടെ ഡയറക്റ്റായിട്ട് വ്യൂ ചെയ്യുന്നില്ല, പകരം ഡയറക്റ്റായിട്ട് 1 വ്യൂ ചെയ്യുന്നത് 3യുമായിട്ടാണ്. അതാണ് A1 F13 എന്നുകൊണ്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ വരുന്ന സ്പേസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 എന്ന് പറയുന്നത് 2 ആയിട്ടുമാണ് വ്യൂ ചെയ്തിരിക്കുന്നത്. 2 എന്ന് പറയുന്നത് 3 എന്ന് പറയുന്നത് 2 ആയിട്ട് വ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ F32 എന്നുള്ളതാണ് സ്പേസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി എല്ലാം കൂടി ആഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ടോട്ടൽ ഹീറ്റ് ഫ്ലോ കിട്ടാൻ വേണ്ടി ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് EB1 മൈനസ് EB2 ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് EB1 മൈനസ് EB2 ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ഏരിയ. EB1 മൈനസ് EB2 ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. കറന്റ് ഫ്ലോ ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഹീറ്റ് ഫ്ലോ ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് EB1 മൈനസ് EB2 ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ ഹീറ്റ് ഫ്ലോ എത്രയാണെന്നുള്ളത് കിട്ടും. നമുക്കറിയാം ലാർജ് പാരലൽ പ്ലേറ്റ്സ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ വ്യൂ ഫാക്ടറിൻ്റെ വാല്യൂ എല്ലാം 1 ആയിരിക്കും. അതായത് F13 F23 ഈക്വൽ ടു 1 ആയിരിക്കും. അതുപോലെ തന്നെ A1 ഈക്വൽ ടു A2 ഈക്വൽ ടു A3 ഈക്വൽ ടു A എന്ന് നമുക്ക് എടുക്കാം. ഏരിയ എല്ലാം സെയിം ആണ്. ഇപ്പോൾ എല്ലാത്തിനും ഏരിയ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എല്ലായിടത്തു നിന്ന് ഏരിയ നമുക്ക് പുറത്തേക്ക് എടുക്കാം. കോമൺ ആയിട്ട് പുറത്തേക്ക് A എന്നെടുത്തു. ഇപ്പോൾ 1/A എന്നുള്ളത് ഇവിടെ വരും. ഇവിടെ എല്ലായിടത്തും 1/A എന്ന് പറയുന്നത് വരും. 1/A മുകളിലേക്ക് വരും. 1/A മുകളിലേക്ക് വരും. ഇപ്പോൾ A ഇവിടെ വരും. സോ A ഇൻറ്റു EB1 എന്ന് പറയുന്നത് EB ഈക്വൽ ടു സിഗ്മ T ആണ്. അതായത് EB1 ഈക്വൽ ടു സിഗ്മ ഇൻറ്റു T1 ആണ്. അതുപോലെ തന്നെ EB2 ഈക്വൽ ടു സിഗ്മ T2 ആണ്. സിഗ്മ T2 റൈസ് ടു 4. EB1 ഈക്വൽ ടു സിഗ്മ T1 റൈസ് ടു 4. ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു എക്സ്പ്രഷൻ കിട്ടും. എക്സ്പ്രഷനാണ് കൊടുത്തിട്ടുള്ളത്. അത് ഒരു ഷീൽഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വരുന്ന ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് നമുക്കറിയാം. നമ്മൾ നേരത്തെ കണ്ട എക്സ്പ്രഷൻ നമുക്ക് ഷീൽഡ് വയ്ക്കാത്ത സമയത്ത് കണ്ട ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അതാണ് നമ്മൾ ഷീൽഡ് വയ്ക്കാത്ത സമയത്ത് വരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ താഴത്ത് മുകളിലത്തെ ടൈം എല്ലാം സെയിം തന്നെയാണ്. A ഇൻറ്റു സിഗ്മ T1 റൈസ് ടു 4 മൈനസ് T2 റൈസ് ടു 4 എന്ന് തന്നെയാണ്. താഴെ 1/ε1 പ്ലസ് 1/ε2 മൈനസ് 1. അപ്പോൾ അതേ ടൈം തന്നെയാണ് നമ്മുടെ ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട ടൈം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ ഒരു അഡീഷണൽ ടൈം നമ്മളിവിടെ വന്നിട്ടുണ്ട്. അഡീഷണൽ ടൈം ഇവിടെ വന്നിരിക്കുന്നു. ആ അഡീഷണൽ ടൈമാണ് നമ്മൾ ഷീൽഡ് കാരണം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഒരു ഷീൽഡ് കാരണം ഇൻട്രൊഡ്യൂസ് ചെയ്ത റെസിസ്റ്റൻസിൻ്റെ ഇൻക്രീസാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഷീൽഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഈ ഇത്രയും ടൈം അല്ലെങ്കിൽ ഇത്രയും വാല്യൂ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്തു. ഇനി n നമ്പർ ഓഫ് ഷീൽഡ്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ കൂടി വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓരോ ഷീൽഡിൻ്റെയും റെസിസ്റ്റൻസ് കൂട്ടി താഴെ ഡിനോമിനേറ്ററിൽ എടുത്താൽ മതിയായിരുന്നു. ഇനി അപ്പോൾ ഇതുപോലൊരു എക്സ്പ്രഷൻ വരും. n നമ്പർ ഓഫ് ഷീൽഡ്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ
ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷനിൽ വരുന്ന വ്യത്യാസമാണ് കാണിച്ചിരിക്കുന്നത്. ഇനി എല്ലാ MCT സെയിം ആണെന്നെങ്കിൽ, അതായത് E1 ഈക്വൽ ടു E2, epsilon1 ഈക്വൽ ടു epsilon2 ഈക്വൽ ടു epsilon31 ഈക്വൽ ടു epsilon32 ഈക്വൽ ടു epsilon3, അതായത് എല്ലാ MCT ഈക്വൽ ആണ്. അതായത് നമ്മുടെ സർഫസിൻ്റെയും ഷീൽഡിൻ്റെയും MCTs എല്ലാം സെയിം തന്നെയാണെങ്കിൽ, രണ്ട് സർഫസിൻ്റെയും രണ്ട് പ്ലെയിൻസിൻ്റെയും MCTs എല്ലാം സെയിം ആണെങ്കിൽ, നമുക്ക് n നമ്പർ ഓഫ് ഷീൽഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എത്രയാണെന്നുള്ള ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ വാല്യൂ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വരുന്ന മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/n+1 എന്ന് പറയുന്ന ടേം അതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വരും. അതാണ് n നമ്പർ ഓഫ് ഷീൽഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്താലുള്ള വ്യത്യാസം. അപ്പോൾ n നമ്പർ ഓഫ് ഷീൽഡ് ഉണ്ടെങ്കിൽ വരുന്ന ഒരു 1/n+1 എന്നാണെന്ന് പറഞ്ഞു. ഷീൽഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഉള്ള വ്യത്യാസം ഇവിടെ കാണിച്ചിട്ടുള്ള. ഷീൽഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതാണ് എക്സ്പ്രഷൻ വരുന്നത് ഇവിടെ ഷീൽഡ് ഉള്ള സമയത്ത്. അപ്പോൾ അതായത് നമ്മളൊരു ഷീൽഡ് നമ്മൾ വെക്കുകയാണെങ്കിൽ n ഈക്വൽ ടു 1, ക്യാപിറ്റൽ N ഈക്വൽ ടു 1 ആണെങ്കിൽ 1/1+1, അത് 1/2 ടൈംസ് Q12 നോ ഷീൽഡ്. അതായത് ഷീൽഡ് ഇല്ലാത്ത സമയത്ത് ഉള്ള ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ പകുതിയായിരിക്കും ഒരു ഷീൽഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതൽ നമ്പർ ഓഫ് ഷീൽഡ്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതോറും അതിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കുറഞ്ഞു വരും. ഒരെണ്ണം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ 1/2 ആയി. ഇനി അതുപോലെ തന്നെ n ഈക്വൽ ടു 19 ആണെന്നായിരിക്കും. അത് 19 ഷീൽഡുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ 1/20 ആവും അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ. അതായത് നേരത്തെ എത്ര ഉണ്ടായിരുന്നു, അത് ഷീൽഡ് ഇല്ലാത്തപ്പോൾ എത്ര ഉണ്ടായിരുന്നു, അതിൻ്റെ 1/20 ആവും ഷീൽഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ. അതായത് 5% ആയിരിക്കും നമ്മൾ ഷീൽഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. 19 ഷീൽഡ് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫർ ഷീൽഡ് ഇല്ലാതെ നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫറിനേക്കാൾ. ഓക്കെ, അങ്ങനെ ഷീൽഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതോറും ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ റേറ്റ് ഡിക്രീസ് ചെയ്യും. നമ്മൾ കണ്ടാണ് ഇതാണ് തെർമോ ഫ്ലാസ്ക് അല്ല വാക്യൂം ഫ്ലാസ്ക് എന്ന് പറയും. ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ, ലിക്വിഡിൻ്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ചായ അല്ലെങ്കിൽ കോഫിയൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇത് അതിൻ്റെ അകത്തുള്ളൊരു കാറ്ററിഡ്ജാണ്, അല്ലെങ്കിൽ റീഫിൽ എന്ന് പറയും. റീഫിലിൻ്റെ അകത്ത് ഇതുപോലെ ഹൈലി റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള കോട്ടിങ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പുറത്തുനിന്നുള്ളതും അതുപോലെ ചൂടുള്ള ചായയിൽ നിന്നുള്ള റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫർ കുറയ്ക്കാൻ വേണ്ടിയുള്ളതാണ്. കണ്ടക്ഷൻ അല്ലെങ്കിൽ കൺവെക്ഷൻ കുറയ്ക്കാൻ വേണ്ടി ഇതിനകത്ത് നമ്മുടെ ഇവാക്യുവേറ്റ് ചെയ്തൊരു അകത്തുള്ളൊരു ഇന്നർ സർഫസും ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഒരു ആവറേജ് പേഴ്സണിൽ നിന്നുള്ള ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ വാല്യൂസ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം ഹ്യൂമൻ മെറ്റാബോളിക് ആക്ടിവിറ്റീസ് കാരണം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം നമ്മുടെ ബോഡി ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ സാധാരണ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണ് അത്രയും ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സോ ബോഡി ടെമ്പറേച്ചർ ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ബോഡി കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ബോഡി കണ്ടിന്യൂസ് ആയിട്ട് ഹീറ്റ് പുറത്തേക്ക് റിജക്റ്റ് ചെയ്യണം. പുറത്തേക്ക് റിജക്റ്റ് ചെയ്യുന്നതിൽ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും 40% ഹീറ്റ് റേഡിയേഷനായിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. ബാക്കിയുള്ള 30% ഇവാപ്പറേഷൻ, 27% കൺവെക്ഷൻ. അതായത് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഏറ്റവും കൂടുതൽ നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫർ. നമ്മുടെ ബോഡി 37 ഡിഗ്രി സെൽഷ്യസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പഠിച്ചാണ് ലോ ടെമ്പറേച്ചറിൽ എമിറ്റ് ചെയ്യുന്ന ഹീറ്റ് റേഡിയേഷൻസ് എല്ലാം
ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതിനെ കാണാൻ പറ്റാത്തത്. പിന്നെ തെർമൽ ക്യാമറാസ് വെച്ച് മാത്രമേ നമുക്ക് ആ റേഡിയേഷൻ വേവ്സ്, തെർമൽ റേഡിയേഷൻ വേവ്സ് വിസിബിൾ ആയിരിക്കും. സോ അടുത്തൊരു പ്രോബ്ലമാണ്, യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിരിക്കുന്ന ഒരു പ്രോബ്ലമാണ്. പറഞ്ഞിരിക്കുന്നതാണ് രണ്ട് ലാർജ് പ്ലേറ്റ്സ്, one at 800 Kelvin, other at 600 Kelvin, have emissivities 0.5 and 0.8. രണ്ട് പ്ലേറ്റുകൾ, അതിൻ്റെ ഒരു പ്ലേറ്റ് 800 ഡിഗ്രി കെൽവിൻ, രണ്ടാമത്തെ പ്ലേറ്റ് 600 കെൽവിൻ. അതിൻ്റെ എമിസിവിറ്റീസ് വന്നിട്ടുണ്ട് 0.5 അതുപോലെ തന്നെ 0.8 ആണ് അതിൻ്റെ എമിസിവിറ്റീസ്. എമിസിവിറ്റി 1, എമിസിവിറ്റി 2. ഇനി a radiation shield having emissivity 0.1 on one side and emissivity 0.05 on other side is placed between the plates. അതായത് വേറൊരു റേഡിയേഷൻ ഷീൽഡ് ഇതിൻ്റെ ഇടയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആ റേഡിയേഷൻ ഷീൽഡിൻ്റെ എമിസിവിറ്റിയുടെ വാല്യൂ ആണ് 0.1 0.05. ഇവിടെയുള്ള എമിസിവിറ്റിയുടെ വാല്യൂ 0.1, ഇവിടെ ഉള്ളത് 0.05 ആണ്. ഇത് എമിസിവിറ്റി ഇവിടെ പ്ലേറ്റിന് 1 എന്നും ഈ പ്ലേറ്റിന് 2 എന്നും നമ്മൾ നെയിം ചെയ്യുന്നു. സോ ഈ പ്ലേറ്റ് 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഷീൽഡിന് 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എപ്സിലോൺ 3.1, ഇവിടുത്തെ എമിസിവിറ്റി നമ്മൾ പറഞ്ഞു 0.1 ആണ്. 0.1, ഇവിടുത്തെ എമിസിവിറ്റി 0.05 ആണെങ്കിൽ എപ്സിലോൺ 3.1 ഈക്വൽ ടു 0.1. എപ്സിലോൺ 3.2 ഈ സൈഡിലുള്ള എമിസിവിറ്റി എന്ന് പറയുന്നത് 0.05. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്, തന്നിരിക്കുന്ന ഡാറ്റ. ചോദിച്ചിരിക്കുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ ബൈ റേഡിയേഷൻ പെർ സ്ക്വയർ മീറ്റർ വിത്ത് ആൻഡ് വിത്തൗട്ട് ഹീറ്റ് റേഡിയേഷൻ ഷീൽഡ്. ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. റേഡിയേഷൻ ഷീൽഡ് ഇല്ലാതെ റേഡിയേഷൻ ഷീൽഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞുള്ള ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ വാല്യൂ. അപ്പോൾ ഷീൽഡില്ലാതെയുള്ള ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷൻ നമുക്കറിയാം. Q12 equal to A into epsilon T1 raised to 4 minus T2 raised to 4 divided by 1 by epsilon 1 plus 1 by epsilon 2 minus 1. നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന ഇതാണ്. ചോദിച്ചിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ പെർ സ്ക്വയർ മീറ്റർ എത്രയാണെന്നുള്ളതാണ്. ഒരു സ്ക്വയർ മീറ്ററിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ പെർ യൂണിറ്റ് ഏരിയയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ടൈം ഇവിടെ നിന്ന് ഒഴിവാക്കാം. അതായത് എ എന്ന് പറയുന്ന ടൈം ഇവിടെ നിന്ന് മാറി ഇവിടെ വരും. അതായത് ഒരു സ്ക്വയർ മീറ്റർ, അതായത് ഏരിയ ഈക്വൽ ടു 1 ആണെങ്കിൽ, ഏരിയ 1 മീറ്റർ സ്ക്വയർ ആണെങ്കിൽ ഉള്ള വാല്യൂ എത്രയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാ വാല്യൂസും വന്നിട്ടുണ്ട്. E1 ഈക്വൽ ടു 0.5, E2 ഈക്വൽ ടു 0.8. T1ൻ്റെ വാല്യൂ വന്നിട്ടുണ്ട് 800, മറ്റേത് 600. അപ്പോൾ ഇത് വാല്യൂ വെച്ചിട്ട് നമുക്ക് ഷീൽഡിലുള്ള സമയത്തുള്ള ഹീറ്റ് ട്രാൻസ്ഫർ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. ഓക്കെ, ഷീൽഡിലുള്ള സമയത്ത് എത്രയാണ് ഹീറ്റ് ട്രാൻസ്ഫർ വരുന്നത് നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കാം. രണ്ടാമത്തെ കണ്ടുപിടിക്കാൻ വന്നിരിക്കുന്നത് ഷീൽഡ് ഇല്ലാത്ത സമയത്ത്
ഷീൽഡില്ലാത്ത സമയത്ത് എത്രയാണ് ഹീറ്റ് ട്രാൻസ്ഫർ. ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു എത്രയാണെന്നുള്ളത്. നമുക്ക് ഇക്വേഷൻ കിട്ടി. ε31 ε32 രണ്ടും ഡിഫറെൻ്റ് ആണ്. 0.1 0.05 ആണ് ε31ൻ്റെയും ε32ൻ്റെയും വാല്യൂ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിനകത്ത് ഹീറ്റ് ട്രാൻസ്ഫർ പെർ യൂണിറ്റ് ഏരിയ അല്ലെങ്കിൽ റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫർ പെർ സ്ക്വയർ മീറ്റർ എത്രയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഏരിയയുടെ വാല്യൂ 1 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടെമ്പറേച്ചറിൻ്റെ വാല്യൂസ് സെയിം തന്നെയാണ്. അത് നമുക്ക് റേഡിയേഷൻ എത്രയാണെന്നുള്ളത് കിട്ടും. ഇതോടുകൂടി നമ്മൾ റേഡിയേഷൻ ഹീറ്റ് എക്സ്ചേഞ്ചിൻ്റെ അല്ലെങ്കിൽ റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.